നിന്നെ കല്യാണം കഴിച്ചതിന് ഞാൻ 6 മാസമാണ് ജയിലിൽ കടന്നത്. അത് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതിന് നിങ്ങളുടെ അടുത്ത് ആരാ എന്റെ അടുത്ത് ചോദിക്കാണ്ട് എന്റെ സ്വർണ്ണൊക്കെ കൊണ്ടുപോയി പണയം വെക്കാൻ പറഞ്ഞ്? അതുകൊണ്ടല്ലേ? നിന്റെ നാട്ടിലൊക്കെ മുക്കുവട്ടത്തിന് സ്വർണ്ണം എന്നാ പറയുക. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. എവിടേക്ക്? ഓഫീസിലേക്ക്, എടുക്കല്ല. ഓഫീസിലോ? ആ യെസ്. നിങ്ങളെപ്പോലെ എനിക്കിവിടെ മീൻകച്ചവടമല്ലല്ലോ പണി. പിന്നെ എന്താ പണി? എനിക്ക് ഇൻഫോസിസിലാണ്. എവിടെ? ഇൻഫോസിസ്. അവിടെ സിസ്റ്റം മാനേജർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലീഡറാണ് ഞാൻ. എന്റെ അല്ലോ. അല്ല, ഈ ബാഗിന്റെ അകത്ത് കച്ചാവുന്നല്ലോ പാത്തു. നോ നോ നോ, I am against this type of bad business. എന്തെത്തു? ഹോ ഹോ ഹോ, so sorry. നിങ്ങൾക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അത്തരം ലഹരികൾക്കൊക്കെ ഞാൻ എതിരാണ്. ആവു, നന്നായി. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ? എന്ത് ജോലി? കളക്ടർ. ഇവിടുത്തെ കളക്ടർ. ഇപ്പൊ ഒരു ജോലി ഇല്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയത്. അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100. നിന്നെ കണ്ടിട്ട് ഒരു വേലക്കാരിയാണെന്ന് തോന്നണില്ലല്ലോ. ഇത്തിരി കാണാൻ കൊള്ളാവുന്ന മുഖം ഉണ്ടായിപ്പോയത് എന്റെ തെറ്റാണോ സർ? പിന്നെ ഞാനിട്ടിരിക്കുന്ന ഈ നല്ല ഡ്രസ്സൊക്കെ ഞാൻ നിന്ന വീട്ടിലെ കൊച്ചമ്മയുടേതാ. അടിച്ചു മാറ്റിയതാണോ? അയ്യോ അല്ല, അവര് തന്നതാ. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. തന്റെ അപ്പന്റെ മടിയിലെത്തിയാണോ എനിക്ക് പേരിട്ടത്? നീ എടി പൊടിന്നൊക്കെ വിളിക്കാൻ. സോറി സോറി. എന്താണാവോ അവിടുത്തെ പേര്? എലിയാന. എലിയാന. തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. നീ പോടാ ഒട്ടാതലേ. നിന്നെ ഞാൻ തുപ്പരുത്. എലിക്കും ആനയ്ക്കും കൂടെ എത്ര രൂപ വേണം? എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ 2 മാങ്ങാണ്ടേ ഞാൻ പറയല്ലോ. ബാബുവിന്റെ മോളല്ലേ ചാടിപ്പോയ? ചാടിപ്പോവേ? ആര് ചാടിപ്പോയി? ഞാൻ നല്ല അന്തസ്സായിട്ട് നടന്നാ പോയത്. അല്ലാണ്ട് നട്ടപ്പാരിക്ക് കണ്ട വീട്ടിൽ കയറിയിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചല്ല എന്നെ. ഒരു ചാടിപ്പോക്ക്. ഒന്നെനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാരാകുമ്പോൾ 2 തന്നു എന്നൊക്കെ വരും. അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ച് എനിക്ക് നിങ്ങൾക്ക് സ്നേഹമില്ലാന്നാ? നിങ്ങൾ സ്നേഹിക്കണതിന്റെ 1000 ഇരട്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കണം. ഞാൻ 2 ദിവസം മിണ്ടാതിരുന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നീ അരി പൊടിക്കാൻ മില്ലിൽ പോയിട്ടുണ്ടോ? അരി പൊടിച്ചോണ്ടിരിക്കുമ്പോ കറണ്ട് അങ്ങ് കട്ടായ എന്തായിരിക്കും? ആ ഒരു അവസ്ഥയായിരുന്നു. അയ്യോ പടച്ചോനെ, കാണാനൊരു ബർക്കത്തുള്ളതിനെ കാണണേ. ഒരു ബർക്കത്തും ഒരു മൊഞ്ചുള്ള ജീവനൊക്കെ തരണേ. കണ്ണുറക്കാൻ പോട്ടാ, ചതിക്കട്ടെ. ബെസ്റ്റ്. ഇതിനും പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? കാണിച്ചു തരാ. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം.